കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. 19 സിനിമകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുവെന്നാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഇന്ന് രാവിലെ നടക്കാനിരുന്ന 4 സിനിമകളുടെ പ്രദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് മുടങ്ങുമെന്ന് കേരള ചലച്ചിത്ര അക്കാദമി പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ബാറ്റിൽഷിപ്പ് പൊട്ടങ്കൽ പോലെയുള്ള ലോക പ്രശസ്തമായ സിനിമകൾ, അതും പതിറ്റാണ്ടുകൾക്ക് മുന്നേ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഇവിടെ നിരോധിച്ച് വയ്ക്കുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ താഴോട്ടിറങ്ങി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയും ചെയ്യും. ഇന്ത്യക്കാർ ഇത്ര അധപ്പതിച്ചോ? എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും ബാറ്റിൽഷിപ്പ് പൊട്ടങ്കൽ പോലുള്ള ക്ലാസിക് സിനിമകൾ, അതും 100 വർഷം പൂർത്തിയാക്കിയ ഐസൻഷിന്റെ ഏറ്റവും ക്ലാസിക് സിനിമ, യൂട്യൂബിൽ പോലും അവൈലബിൾ ആണ് ഈ സിനിമ. ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികളും സിനിമ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രധാനമായി പഠിക്കുന്ന സിനിമകളിലൊന്ന്. ഈ സിനിമ പോലും IFFK വേദിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇമെയിലിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയുള്ള 4 ചിത്രങ്ങൾ, അതായത് ക്ലാഷ്, അൺക്ലിയർഡ് പോയട്രി, ഇൻസൈഡ് ദ വൂൾഫ് ആൻഡ് ഈഗിൾ ഓഫ് ദി റിപ്പബ്ലിക് എന്നീ 4 ചിത്രങ്ങളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 9 മണിക്കും 9:30ക്കും എല്ലാം സ്ക്രീനിംഗ് ചെയ്യേണ്ട ചിത്രങ്ങൾ ഇപ്പോൾ സ്ക്രീനിംഗ് മാറ്റിവെച്ചിരിക്കുന്നത്, റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മാത്രം 9 ചിത്രങ്ങൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ ചലച്ചിത്ര അക്കാദമി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയും 9 ചിത്രങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ആകെ 19 ചിത്രങ്ങളാണ് പ്രദർശന അനുമതി പൂർണ്ണമായി നിഷേധിച്ചത്. ഇതിൽ തന്നെ ഉദ്ഘാടന ചിത്രമായ പാലസ്തീൻ 36, പലസ്തീനുമായി ബന്ധപ്പെട്ടും പലസ്തീനിലെ പോരാട്ടവുമായി ബന്ധപ്പെട്ടും എല്ലാം ഒരു ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൂടാതെ ഈ മറ്റ് രാഷ്ട്രങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഒപ്പം ഈ ലോകബാങ്കിനെ അടക്കം വിമർശിക്കുന്ന, അത്തരം ലോകബാങ്ക് നയങ്ങളെ വിമർശിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അത്തരത്തിൽ ഒരു സാധാരണ രീതിയിൽ ഉണ്ടാകാത്ത ഒരു നിരോധനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ സ്പാനിഷ് ചിത്രമായ ബീഫ് എന്ന പേരുള്ള ഒരു ചിത്രം, സത്യത്തിൽ അതിൽ ബീഫുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റുമില്ല എന്നുള്ളതാണ് വസ്തുത. ആ ചിത്രം പോലും നിരോധിച്ചു. അതിന് പോലും കാരണം പറയുന്നില്ല. ഇത്തരത്തിൽ ഒരു സാധാരണ IFFK-യിൽ നടക്കാത്ത രീതിയിലുള്ള ഒരു നിരോധനം അല്ലെങ്കിൽ ഒരു വിലക്ക് ഇപ്പോൾ IFFK-യിൽ കാണുന്നു. അത് ഇന്നലെ മുതലാണ് അനുഭവിച്ചു തുടങ്ങിയത്. ഓരോ ചിത്രങ്ങൾക്കും സ്ക്രീനിങ്ങിന് വേണ്ടി പ്രേക്ഷകർ, ഡെലിഗേറ്റുകൾ അവിടെ എത്തുമ്പോഴാണ് സ്ക്രീനിങ് പൂർണ്ണമായി മാറ്റിവെച്ചു, ക്യാൻസൽ ചെയ്തു എന്നുള്ള അറിയിപ്പ് വരുന്നത്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നടക്കേണ്ട 4 ചിത്രങ്ങളുടെ ക്യാൻസലേഷൻ ഇന്നലെ രാത്രി തന്നെ എല്ലാവർക്കും മെസ്സേജായി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് IFFK വേദിയിൽ ഉണ്ടാകുന്നത്. ഇന്നലെയും പ്രതിഷേധമുണ്ടായി, ഇന്നും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നും സ്വാഭാവികമായി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സമർപ്പിച്ച് അതിന്റെ ക്ലിയറൻസ് വാങ്ങണമായിരുന്നു. എന്നാൽ അത്തരം ഒരു നടപടി ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ അവസാന നിമിഷം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ചിത്രങ്ങൾ, 19 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത്, പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കേണ്ടി വന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് വാങ്ങിയിരുന്നെങ്കിൽ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കില്ലായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. എന്തായാലും ഈ പല ചിത്രങ്ങളും, അതായത് 19 ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രദർശന അനുമതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ 19 ചിത്രങ്ങളിൽ ഏകദേശം 8-9 ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തകർ, പ്രശസ്തമായ സംവിധായകർ അടക്കമുള്ളവർ ഇപ്പോൾ IFFK-യിൽ സ്ക്രീനിങ്ങിന് വേണ്ടി എത്തിയിരുന്നു. ഇനി അവരെല്ലാം തിരികെ പോകണമോ തുടങ്ങി വലിയ പ്രശ്നങ്ങളിലേക്ക് അവരും കടന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് വലിയ പ്രശസ്തരായ സംവിധായകരും അഭിനേതാക്കളും അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞാൽ അവരെ ഒരു ഓപ്പൺ ഫോറം എല്ലാം നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമ റദ്ദാക്കിയത് കൊണ്ട് തന്നെ അവരുടെ ഓപ്പൺ ഫോറം ഒന്നും ഇനി ഒരുപക്ഷെ നടത്താനും സാധ്യതയില്ല. എന്തായാലും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ്, അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് IFFK കടന്നു പോകുന്നത്. SK. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.